നമസ്കാരം. KFCയുടെ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 20ാമത്തെ ക്ലാസ്സാണ്. ഞാൻ കുറച്ച് ആഴ്ചകളായിട്ട് മറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് KFCയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നു മുതൽ തുടർച്ചയായിട്ട് ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി 19 ക്ലാസ് വരെ നമ്മൾ പറഞ്ഞിരുന്നത് 6ാമത്തെ ചാപ്റ്റർ വരെയാണ്. അടുത്ത് നമുക്ക് 7ാമത്തെ ചാപ്റ്റർ പറയാനുള്ളത് വർക്ക്സ് എന്ന് പറയുന്ന, അതായത് പണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കെട്ടിട നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, റോഡുകൾ, പിന്നെ ജലസേചന പദ്ധതികൾ, അവയുടെ നിർമ്മാണം, അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പണികൾ, അതിൻ്റെ ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, പിന്നെ മറ്റ് സ്റ്റോറുകൾ പർച്ചേസ് ചെയ്യുക, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത് വർക്ക് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് പിന്നെ ഒറിജിനൽ വർക്ക് ഉണ്ട്, അല്ലാത്ത പിന്നെ മറ്റൊന്ന് പറയുന്നത് അറ്റകുറ്റപ്പണികളാണ്. ഒറിജിനൽ വർക്കും അറ്റകുറ്റപ്പണികളും എന്നിങ്ങനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒറിജിനൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പുതിയ പണിയോ നിലവിലുള്ളവയ്ക്ക് അധികമായുള്ള മാറ്റങ്ങളോ കാലപ്പഴക്കം കൊണ്ട് സ്ട്രക്ചർ മൊത്തം മാറ്റി നിർമ്മിക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ദുരന്തം കൊണ്ട് വന്ന കേടുപാടുകൾ മാറ്റണം, അല്ലെങ്കിൽ പുതിയതോ പഴയതോ ആയിട്ടുള്ള കെട്ടിടം വാസയോഗ്യമാക്കുക. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ തന്നെ നമ്മൾ ഒറിജിനൽ വർക്കിൻ്റെ വിഭാഗത്തിലാണ് വരുന്നത്. ഇനി അറ്റകുറ്റപ്പണികൾ പിന്നെന്ന് പറയുന്നത് നിലവിലുള്ള ഒരു പിന്നെ വസ്തുവകളെ തൃപ്തികരമായി സൂക്ഷിക്കുന്നതിനും കാലപ്പഴക്കം കൊണ്ട് അവയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാനുമായിട്ടാണ് ഈ അറ്റകുറ്റപ്പണികൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് സാധാരണ അറ്റകുറ്റപ്പണികളുണ്ട്. ഇപ്പോൾ സാധാരണ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പെയിൻറ്റിങ്, അത് കൃത്യമായ ഒരു ഇടവേളയിൽ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. പെയിൻറ്റിങ്, പിന്നെ വൈറ്റ് വാഷിങ്, റോഡാണെങ്കിൽ റോഡിൽ പുതുതായിട്ട് മെറ്റൽ കോട്ട് ചെയ്യുക, ഇതൊക്കെ സാധാരണ അറ്റകുറ്റപ്പണികളുടെ വിഭാഗത്തിലാണ് വരുന്നത്. എന്നാൽ പ്രത്യേക അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്ന കാലകാലങ്ങളിൽ അല്ലെങ്കിൽ ഇടവിട്ടോ അല്ലാത്ത അറ്റകുറ്റപ്പണികളുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കെട്ടിടത്തിന് പെയിന്റ് അടിക്കുക, വൈറ്റ് വാഷ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ സാധാരണ ഇടവേളകളിൽ ഇടവിട്ടോ അല്ലാത്തതോ ആയി ചെയ്യുന്ന ആ വിഭാഗത്തിൽ വരാത്ത അറ്റകുറ്റപ്പണികളെയാണ് നമ്മൾ പ്രത്യേക അറ്റകുറ്റപ്പണികളെന്ന് പറയുന്നത്. അല്ല, അതിൽ ഈ പ്രത്യേക അറ്റകുറ്റപ്പണികളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂര മാറ്റുക. അത് ഇടയ്ക്കിടെ ചെയ്യുന്ന ഒരു വർക്കല്ല, അതുകൊണ്ട് അതിന് പ്രത്യേക അറ്റകുറ്റപ്പണി എന്ന് പറയാം. ബീമുകൾ മാറ്റുക, അതേപോലെ തറ പുതുക്കുക. ഇപ്പം നേരത്തെ ഒരു കോൺക്രീറ്റ് ആയിരുന്നു, തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ടൈൽ ചെയ്യുന്നു. അപ്പോൾ ടൈൽ ചെയ്യുന്നതിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ അത് കുത്തിപ്പൊളിച്ചിട്ട് വേറൊരു ടൈൽ ഇടില്ലല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇത്തരത്തിലുള്ള വർക്കിനെ സ്പെഷ്യൽ അറ്റകുറ്റപ്പണികൾ, പ്രത്യേക അറ്റകുറ്റപ്പണികൾ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു അറ്റകുറ്റപ്പണിയും ഈ ഒറിജിനൽ വർക്കും അറ്റകുറ്റപ്പണിയും കൂടി ചേർന്ന വർക്കുകളുണ്ട്. നമ്മളിപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഒറിജിനൽ വർക്ക് പറഞ്ഞു, അറ്റകുറ്റപ്പണി പറഞ്ഞു, അറ്റകുറ്റപ്പണിയിൽ തന്നെ സാധാരണ അറ്റകുറ്റപ്പണികൾ പറഞ്ഞു, അല്ല പ്രത്യേക അറ്റകുറ്റപ്പണികൾ പറഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി ഉൾപ്പെടുന്ന, അതായത് ഒറിജിനൽ വർക്കും അറ്റകുറ്റപ്പണികളും കൂടി ഉൾപ്പെടുന്ന ടൈപ്പ്, അത് അങ്ങനെയുള്ള ചില വർക്കുകൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഓട് മാറ്റിയിട്ട് ടെറസാക്കുക. നേരത്തെ ഓട് വെച്ച ബിൽഡിംഗ് ആയിരുന്നു, അത് മാറ്റി അത് കോൺക്രീറ്റ് ആക്കിയിട്ടുള്ള വാക്കുക. മറ്റൊന്ന്, ഈ കേട് വന്ന, ഇപ്പോൾ തേക്കിൻ്റെ ബീമായിരുന്നു വെച്ചിരുന്നു വെച്ചു, കെട്ടിടത്തിൻ്റെ ബീം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഉത്തരം എന്ന് പറയുന്ന സാധനം, അത് മാറ്റിയിട്ട് പിന്നെ ഇരുമ്പിൻ്റെ ബീം വെക്കുക, വരാന്ത പൊളിച്ചിട്ട് നീട്ടുക. ഇത്തരം വർക്കുകളിൽ ഒറിജിനൽ വർക്കും അടങ്ങിയിട്ടുണ്ട്, എന്നാൽ അറ്റകുറ്റപ്പണികളും ആണ്. രണ്ടും കൂടി ചേർന്ന വർക്കുകളാണ്. ഇപ്പോൾ കുറേ ടൈപ്പ് ഇപ്പോൾ പറഞ്ഞു. ഒറിജിനൽ വർക്ക് പറഞ്ഞു, അറ്റകുറ്റപ്പണി പറഞ്ഞു, പിന്നെ സാധാരണ അറ്റകുറ്റപ്പണി പറഞ്ഞു, സ്പെഷ്യൽ അറ്റകുറ്റപ്പണി പറഞ്ഞു, ഈ അറ്റകുറ്റപ്പണിയും ഒറിജിനൽ വർക്കും കൂടി ചേർന്ന വർക്കുകളും പറഞ്ഞു.
ഇനി സർക്കാർ വകുപ്പുകൾക്ക് പ്രത്യേകമായി വിഭജിച്ച് നൽകാത്ത എല്ലാ ജോലികളുടെയും നിർവഹണ ചുമതല, എല്ലാ വർക്കും ചെയ്യേണ്ടത് ആ, അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. ഇപ്പൊ സർക്കാർ വകുപ്പുകൾക്ക് പ്രത്യേകമായി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്യും. അല്ലാത്ത എല്ലാ വർക്കുകളുടെയും ഒരു നിർവഹണ ചുമതല, ഫങ്ഷൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനാണ്. അടുത്ത് നമ്മൾ പറയാനുള്ളത്, ഈ ജയിലിൽ ഒരു കോൺട്രാക്ട് വർക്ക് നടക്കുമ്പോൾ ജയിൽ വർക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ്. അതിനൊരു പ്രത്യേക നിബന്ധനകൾ കരാറിൽ വെക്കുന്നുണ്ട്. ഇപ്പൊ കരാർ സമ്പ്രദായത്തിൽ ജയിൽ ജോലികൾ നിർവഹിക്കുമ്പോൾ കഴിയാവുന്നിടത്തോളം കരാറുമായി ബന്ധപ്പെട്ട എല്ലാ അവിദഗ്ധ ജോലികൾക്കും ജയിൽ പുള്ളികളെ ഏർപ്പെടുത്തണം. അപ്പൊ ജയിലിനകത്ത് ജയിൽ പുള്ളികളുണ്ട്, അവർ കഠിന തടവ് അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ അതേപോലെ അവിടെ ജയിലിലുള്ള ജയിൽ പുള്ളികൾക്ക് എല്ലാ ദിവസവും ജയിലിനകത്ത് ജോലിയുണ്ട്. ആ ജോലികൾക്ക് നിശ്ചിതമായ കൂലിയുണ്ട്. ആ കൂലി അവര് ജയിലിൽ നിന്ന് വിടുതൽ ചെയ്തു പോകുമ്പോൾ അവർക്ക് നൽകുകയും ചെയ്യും. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ജയിലിനകത്ത് ഒരു കരാർ വർക്ക് നടത്തുമ്പോൾ സ്കിൽഡ് അല്ലാത്തവർക്ക്, സ്കിൽഡ് വർക്കായിട്ടുള്ള ഈ ജയിൽ പുള്ളികൾ ഉണ്ടാവില്ല. അപ്പൊ സ്കിൽഡ് വർക്ക് അല്ലാത്ത എല്ലാ വർക്കുകൾക്കും പരമാവധി ജയിൽ പുള്ളികളെ ഏർപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഈ കാര്യം ഇങ്ങനെ ജയിൽ പുള്ളികളെ ഏർപ്പെടുത്തിയിട്ട് വർക്ക് നടത്തും എന്നുള്ള കാര്യം ടെൻഡർ വിളിക്കുമ്പോൾ തന്നെ കരാറുമായി ടെൻഡർ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കൂലിയെ സംബന്ധിച്ചുള്ള കാര്യം, പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായി നിർദ്ദേശിച്ചിട്ടുള്ള നിരക്കുകൾ ചാർജ് ചെയ്യുകയും വേണം. ആരെത്തുന്ന ഈ കരാറുകാരൻ അതുമായി ബന്ധപ്പെട്ട അതിന് ഉള്ള നിരക്ക് കരാറുകാരന് അടയ്ക്കുകയും വേണം. അപ്പൊ ടെൻഡർ നോട്ടീസിൽ ഇക്കാര്യം പറഞ്ഞു. അപ്പൊ ഇത് ജയിലിൽ ഒരു പബ്ലിക് വർക്ക്, ജയിലിലെ ഒരു വർക്ക് എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ്. അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ പരമാവധി ആർക്ക് കൊടുക്കണം? ജയിൽ പുള്ളികൾക്ക് കൊടുക്കണം. അത് നമ്മൾ ടെൻഡർ നോട്ടീസിൽ കാണിക്കണം. എന്നതിന് ശേഷം അങ്ങനെ നടക്കുകയാണെങ്കിൽ, അങ്ങനെ അൺസ്കിൽഡ് വർക്കെല്ലാം ജയിൽ പുള്ളിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നിരക്കുകൾ ചാർജ് ചെയ്യണം. നിരക്കുകൾ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, റേറ്റ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ റേറ്റ് ഉണ്ടാവും. ആ റേറ്റ് ചാർജ് ചെയ്താൽ അത് ആർക്കുള്ളതാണ്? നമ്മളുടെ ജയിൽ പുള്ളികൾക്ക് ഉള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഒരു സേവിങ്സിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ ചെയ്യേണ്ടതാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ കാര്യമല്ലാതെ മറ്റ് വകുപ്പുകൾക്ക് ഏതൊക്കെ വർക്കുകൾ ചെയ്യാം? പൊതുമരാമത്ത് വകുപ്പിനല്ലാതെ മറ്റു വകുപ്പുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വർക്കുകൾ ചെയ്യാമെന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്. അതിൽ ആദ്യം പറയാനുള്ളത് ചെറിയ തുകയ്ക്കുള്ള അറ്റകുറ്റപ്പണികൾ. ചെറിയ തുകയ്ക്കുള്ള അറ്റകുറ്റപ്പണികൾ അതാത് വകുപ്പുകൾക്ക് ചെയ്യാം. മറ്റൊന്ന്, രണ്ടാമത്തത്, പൊതുമരാമത്ത് വകുപ്പിന്റെ രജിസ്റ്ററിൽ ഇല്ലാത്തതും എന്നാൽ വകുപ്പ് നേരത്തെ നിർമ്മിച്ചു നൽകിയതുമായ താലൂക്ക് ഓഫീസിന്റെയും മറ്റ് കെട്ടിടങ്ങളുടെയും പോലീസ് ലൈന്, കുടില്, സ്റ്റേഷനുകൾ എന്നിവയുടെയും ചെറു നിർമ്മാണ ജോലികളും അറ്റകുറ്റപ്പണികളും അതാത് വകുപ്പുകൾക്ക് ചെയ്യാം. ഇനി വേറെ ഏത് എന്ന് വെച്ചാൽ അത് മറ്റു വകുപ്പുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാറ്റഗറി ഏതാന്ന് വെച്ചാൽ, പൊതുമരാമത്ത് വകുപ്പ് രജിസ്റ്ററിൽ ഇല്ല, മറ്റു വകുപ്പുകൾ നിർമ്മിച്ചതുമായ കെട്ടിടങ്ങളുടെ എല്ലാ ജോലികളും. പൊതുമരാമത്ത് വകുപ്പല്ല നിർമ്മിച്ചത്, അവരുടെ രജിസ്റ്ററിൽ ഈ കാര്യങ്ങൾ, ഇവരുടെ കെട്ടിടം ഇല്ല, മറ്റു വകുപ്പുകൾ നേരത്തെ നിർമ്മിച്ചതാണ്. ആ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിൻ്റെ പണികളും ആ മറ്റു വകുപ്പുകൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒന്നിലധികം വകുപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടം, ഒരു വലിയ കെട്ടിടത്തിൽ ഒരുപാട് വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം വകുപ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മാത്രമാണ്. മറ്റെന്ന് വെച്ചാൽ അവിടെ ആര് ചെയ്യണമെന്നുള്ള ഒരു തർക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് പൊതുമരാമത്ത് വകുപ്പുകൾ അല്ലാത്ത വകുപ്പുകൾക്ക് ചെയ്യാവുന്ന ജോലികൾ എന്ന വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ജോലികൾ നിർവഹിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അതിന് നമ്മൾ അടങ്കൽ തുക എന്ന് പറയും. അടങ്കൽ തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ
ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ നമുക്ക് ഫേവർ ആകുക. അത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ആ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അതിന് ആവശ്യമായ ബഡ്ജറ്റ് വിഹിതം ഉണ്ടായിരിക്കണം. ഏത് വർക്ക് ചെയ്താലും അതിന് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വിഹിതം ഉണ്ടായിരിക്കണം. അതായത് ഇത് ചെയ്യാനുള്ള ചെലവ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റിന് ബഡ്ജറ്റ് വീതം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ, ചെറിയ പണികളുടെയും അറ്റകുറ്റപ്പണികളുടെയും എസ്റ്റിമേറ്റഡ് കോസ്റ്റിന് വകുപ്പ് തലവൻ അനുമതി നൽകണം. അതായത് ആ വകുപ്പിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകണം. മൂന്നാമത്തെ കേസ് നിർബന്ധമായിട്ട് പറയുന്നത്, സാധാരണഗതിയിൽ അത്തരം ജോലികൾ ബഡ്ജറ്റിൽ അവരവരുടെ ഫണ്ടിൽ നിന്നും വഹിക്കണം. അപ്പോൾ ഈ ജോലികൾ, ഇത്തരത്തിലുള്ള ചെറിയ ജോലികൾ, അറ്റകുറ്റപ്പണികളുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ബഡ്ജറ്റ് വിഹിതത്തിൽ ഉണ്ടാവണം. മാത്രമല്ല, അത് അങ്ങനെ ചെയ്യുമ്പോൾ അത്തരം ജോലികളിൽ ബഡ്ജറ്റിലാണെങ്കിൽ ബഡ്ജറ്റിൽ ഓരോ വകുപ്പിനും ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുണ്ടാവും. ആ ഓരോ വകുപ്പിനും നീക്കി വച്ചിട്ടുള്ള ഫണ്ടുകളിൽ നിന്ന് തന്നെ അതാത് വകുപ്പുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റും നിർവഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സ്ഥാവര വസ്തുക്കളാണ്. ഈ സ്ഥാവര വസ്തുക്കളുടെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. അപ്പൊ എല്ലാ ഉദ്യോഗസ്ഥരും തങ്ങളുടെ അധീനതയിലുള്ള സർക്കാർ സ്ഥാവര വസ്തുക്കളുടെ സ്ഥിരം രജിസ്റ്ററുകൾ, ഒന്ന് കെട്ടിടങ്ങൾക്കും ഭൂമിക്കും വേറെ വെക്കണം, മറ്റത് റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ എന്നിവയ്ക്ക് വേറെ വെക്കണം. അത് ഫോറം നമ്പർ 23 1ഉം 2ഉം എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ സ്ഥാവര വസ്തുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ്. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന അത് എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ, ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ അധീനതയിലുള്ള ഇത്തരത്തിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ഒരു അക്കൗണ്ട് അത് സ്ഥിരം രജിസ്റ്ററിലാക്കി സൂക്ഷിക്കേണ്ടതാണ്. തൻ്റെ അധീനതയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നത് പ്രത്യേകമായി രജിസ്റ്ററിൽ എഴുതി സൂക്ഷിക്കണം. അത് കെട്ടിടങ്ങൾക്കും ഭൂമിക്കും വേണ്ടിയിട്ടുള്ളത് ഒരു രജിസ്റ്ററിലും, മറ്റത് റോഡുകളും പാലങ്ങളും കലുങ്കുകളും ഒക്കെ അത്തരത്തിലുള്ള കാറ്റഗറി മറ്റൊരു രജിസ്റ്ററിലുമാണ് സൂക്ഷിക്കേണ്ടത്. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ വകുപ്പ് തലവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തങ്ങൾ സൂക്ഷിക്കുന്ന രജിസ്റ്ററിൽ തങ്ങൾക്ക് താഴെയുള്ള ഓഫീസർമാരുടെയും നിയന്ത്രണത്തിലുള്ള സർക്കാർ ഭൂമികൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ ഇവയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഈ വകുപ്പ് തലവൻ ഉൾപ്പെടെയുള്ള ഓരോ ഓഫീസർ, വകുപ്പ് തലവൻ എന്ന് പറയുന്ന ഓഫീസർ അയാളുടെ താഴെയുള്ള ഓഫീസർമാരുടെ അധീനതയിലുള്ള ഇത്തരം പ്രോപ്പർട്ടീസിന്റെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ, സ്ഥാവര വസ്തുക്കളുടെ അധീനതയിലുള്ള ആ ഡീറ്റെയിൽസ് മുഴുവനും വകുപ്പ് തലവൻ ഉൾപ്പെടെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കാറ്റഗറി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർക്കിനെ പറ്റിയാണ്. വർക്ക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഓരോ കാറ്റഗറിയിലും വളരെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു പോയിട്ട് നമ്മൾ ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് എല്ലാവർക്കും സൗകര്യവും. മറ്റെന്ന് പറഞ്ഞാൽ ഒരേ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിലാവും. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കിനെ പറ്റിയാണ്. ഒരു സർക്കാർ കെട്ടിടങ്ങളുടെ എല്ലാ ഒറിജിനൽ ഇലക്ട്രിക്കൽ വർക്കും പൊതുമരാമത്ത് വകുപ്പ് അതിനോട് ചേർന്ന ഇലക്ട്രിക്കൽ വിങ് നിർവഹിക്കേണ്ടതാണ്. ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ വിങ് ഉണ്ട്. ആ ഇലക്ട്രിക്കൽ വിങ് ആണ് സർക്കാർ കെട്ടിടങ്ങളുടെ എല്ലാ ഒറിജിനൽ ഇലക്ട്രിക്കൽ വർക്ക്സും നിർവഹിക്കേണ്ടത്. ഇനി ഒരു സർക്കാർ കെട്ടിടം ഭാഗികമായോ പൂർണ്ണമായോ വൈദ്യുതീകരിക്കുന്നതിനുള്ള ചുമതല ആ കെട്ടിടത്തിന്റെ പൂർണ്ണമായിട്ടായാലും ഭാഗികമായിട്ടായാലും ചുമതലക്കാരനായ ഓഫീസ് മേധാവിക്കാണ്. അതിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഒരു സർക്കാർ കെട്ടിടം പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടോ വൈദ്യുതീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതിന്റെ ചുമതലക്കാരനായ ഓഫീസ് മേധാവിക്ക് തന്നെയാണ്. ഇനി നമ്മൾ ഒരു വർക്ക് നടത്താൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം.
ആ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ബിൽഡിങ്ങോ അത്തരത്തിലുള്ള ഒരു കെട്ടിടമോ മറ്റോ നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഒരു സ്ഥലമാണ്. ആ സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അത്തരം കാര്യങ്ങളാണ് നമ്മൾ. അത് കഴിഞ്ഞ് അതിൻ്റെ ജോലിക്കുള്ള അനുമതി കിട്ടണം. എസ്റ്റിമേറ്റ് എങ്ങനെയാണ്, പിന്നെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റുകളുണ്ട്. ആ ജോലികൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക, മെത്തേഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് വർക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നു. ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ കഴിയുമെങ്കിൽ ഒരു പുതിയ കെട്ടിടത്തിനുള്ള സ്ഥലം വിശദമായ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കലും നിർദ്ദിഷ്ട പുതിയ കെട്ടിടം ഒരു സംരക്ഷിത വനപ്രദേശത്ത് അല്ലാത്തപ്പോഴൊക്കെ എല്ലായ്പ്പോഴും തദ്ദേശ ഭരണാധികാരിയുമായി ബന്ധപ്പെടേണ്ടതാണ്. നമ്മളൊരു പുതിയ കെട്ടിടത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എസ്റ്റിമേറ്റും പ്ലാനും സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതായത് നമ്മൾ ഒരു പുതിയ കെട്ടിടത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് നടത്തണം. ആ എസ്റ്റിമേറ്റ് നടത്തുന്നതിനും സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനും മുമ്പ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ, അത് ഈ പ്രദേശം, ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് ഫോറസ്റ്റിന്റെ പരിധിയിലല്ലാത്തിടത്തോളം കാലം, സംരക്ഷിത വനപ്രദേശത്ത് അല്ലെങ്കിൽ റിസർവ്ഡ് ഫോറസ്റ്റിന്റെ ഒരു ഏരിയയിൽ അല്ലാത്തപ്പോഴൊക്കെ എല്ലായ്പ്പോഴും അതിൻ്റെ ലോക്കൽ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതായത് തദ്ദേശ ഭരണാധികാരികളുമായിട്ട് ആദ്യം ബന്ധപ്പെടണം. എന്തിനു മുമ്പ്? ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനും ആ കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും മുമ്പ് ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കലിലേക്കാണ് പോകുന്നത്. ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധികാരപ്പെട്ട മേധാവികളുടെ അനുമതി കൂടാതെ ഒരു ജോലിയും ആരംഭിക്കരുത്. അപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് മേധാവികളുടെ അനുമതി കൂടാതെ ഒരു ജോലിയും ആരംഭിക്കരുത് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ എസ്റ്റിമേറ്റ് ഫോറൻ നമ്പർ 23A ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്. ഫോറൻ നമ്പർ 23A എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്. ഇനി എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ഒറിജിനൽ വർക്കിനായാലും ശരി, അറ്റകുറ്റപ്പണികൾക്കായാലും ശരി, താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കേണ്ടതാണ്. ഇപ്പം ഏത് വർക്കായാലും ശരി, അത് അറ്റകുറ്റപ്പണിയായാലും ശരി, ഒറിജിനൽ വർക്കായാലും ശരി, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൂടിക്കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന കാര്യം എസ്റ്റിമേറ്റിൽ ഉണ്ടായിരിക്കണം. ഈ പർട്ടിക്കുലർ ഏരിയയിൽ, പർട്ടിക്കുലർ സ്ഥലത്ത് ഇത്തരത്തിൽ കൂടിക്കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നത് ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ, ഈ സ്ഥലത്ത്, നമ്മൾ ഈ കണ്ട സ്ഥലത്ത് വല്ല കുഴികൾ, വൃത്തിഹീനമായതോ അല്ലാത്തതോ ആയുള്ള കുഴികൾ നികത്തുന്നതിനുള്ള കുഴികൾ ഉണ്ടെങ്കിൽ അത് നികത്തുന്നതിനുള്ള കാര്യവും ഈ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് നടത്തേണ്ടതുണ്ട്. വർക്ക് നടത്താൻ വേണ്ടി തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ ഉള്ള ഷെഡുകൾ വേണം. അവർക്ക് താമസിക്കാനുള്ള ഷെഡുകൾ വേണം. അവിടെ പിന്നെ സ്റ്റോറുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലം വേണം. അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളികൾക്കുള്ള ഷെഡുകൾക്കും സ്റ്റോറുകൾക്കും വേണ്ടിയിട്ടുള്ള ചെലവും എവിടെ കണ്ടിരിക്കണം? ഈ എസ്റ്റിമേറ്റിൽ പെടുത്തിയിരിക്കണം. അപ്പോൾ എസ്റ്റിമേറ്റിൽ നിർബന്ധമായിട്ടും പെടുത്തിയിരിക്കുന്നത് ആ പർട്ടിക്കുലർ സ്ഥലത്ത്, നമ്മൾ എവിടെയാണോ ഒരു കെട്ടിടം എന്താണോ ഉണ്ടാക്കുന്നത്, ആ പ്രദേശത്ത്, ആ സ്ഥലത്ത് കൂടിക്കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള കാര്യം ഈ എസ്റ്റിമേറ്റിൽ കാണിച്ചിരിക്കണം. കുഴികൾ ഉണ്ടെങ്കിൽ അത് നികത്തുന്ന കാര്യം കാണിച്ചിരിക്കണം. തൊഴിലാളികൾക്ക് താമസിക്കാൻ സ്റ്റോറുകൾ സൂക്ഷിക്കാനുള്ള ഷെഡുകൾ വെക്കുന്നതിനുള്ള കാര്യങ്ങളും ഈ എസ്റ്റിമേറ്റിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു നിർമ്മാണ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാന പണിക്ക് പുറമെ ആ സൈറ്റ് വൃത്തിയാക്കുന്നതിനും തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനും സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ എല്ലാ അനുബന്ധ ചെലവുകളും ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഒരു നിർമ്മാണ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാന പണിക്ക് പുറമെ, പ്രധാന വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് പുറമെ ആ സൈറ്റ് വൃത്തിയാക്കുന്നതിനും
തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനും സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ അതിനൊക്കെ ചെലവുണ്ട്. ആ എല്ലാ അനുബന്ധ ചെലവുകളും ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി എസ്റ്റിമേറ്റുകളുടെ അനുമതികളും രഹസ്യമായി കൈകാര്യം ചെയ്യണം. അതായത് ഒരു എസ്റ്റിമേറ്റിന്റെ നിരക്ക്, തുക, അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്നിവ യാതൊരു കാരണവശാലും കരാറുകാരനോ ഒരു പീസ് വർക്ക് ചെയ്യുന്നയാൾക്കോ ഭാവിയിൽ ടെൻഡർ സമർപ്പിക്കാൻ സാധ്യതയുള്ളയാൾക്കോ നൽകാൻ പാടില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം. ഇനി നമ്മൾ പറയുന്നത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റുകളാണ്. ഇപ്പോൾ ഒരു പണിയുടെ പുരോഗതിക്കിടയിൽ അത്യാവശ്യമെന്ന് തോന്നുന്ന ഒരു ജോലി, അതിനോടനുബന്ധിച്ച് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്ന ജോലി, അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അല്ലെ സാഹചര്യം അടക്കം ഒരു മുഴുവൻ റിപ്പോർട്ടാക്കി വെച്ച് അതിനോടൊപ്പം ഒരു സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും കൂടി കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് സമർപ്പിക്കണം. അതൊരു വർക്ക് പുരോഗമിക്കുന്ന സന്ദർഭത്തിലാണ്. നേരത്തെ കാണാത്ത ഒരു വർക്കാണ്. ഒരു മെയിൻ വർക്ക് പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അപ്പോഴാണ് ഇന്ന കാര്യങ്ങൾ കൂടിയല്ല അത്യാവശ്യമാണെന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു ജോലി, അപ്പോൾ ആ ജോലിയുടെ അത്യാവശ്യം എന്താണെന്ന് അതിൽ കാണിച്ചിരിക്കണം. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു സാഹചര്യം കാണിച്ചിരിക്കണം. ഇതെല്ലാം അടങ്ങുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിനൊരു സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും കൂടി തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം? കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്തത് പറയാനുള്ളത് മെത്തേഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് വർക്ക്സ് ആണ്. ഈ വർക്കുകൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ആ നിർവഹിക്കുന്നത് പ്രധാനമായിട്ടും പല രീതിയിലാണ്. ഒന്ന്, ഞാനിവിടെ ഒരു 5 രീതിയാണ് പറയുന്നത്. ഈ വർക്കുകൾ ഒന്ന്, ദിവസക്കൂലിക്കാരെ ഏർപ്പെടുത്തി വകുപ്പ് വഴി ചെയ്യാം. ദിവസക്കൂലിക്കാരെ ഏർപ്പെടുത്തിയിട്ട് വകുപ്പ് വഴി ചെയ്യുക. 2, പീസ് വർക്ക് കോൺട്രാക്റ്റ് വഴി ചെയ്യാം. 3, ഷെഡ്യൂൾ കോൺട്രാക്റ്റ് വഴി ചെയ്യാം. 4, മൊത്തം കോൺട്രാക്റ്റ്, അതായത് ലംസം മൊത്തം കോൺട്രാക്റ്റ് വഴി വർക്ക് ചെയ്യാം. മറ്റൊന്ന്, ശതമാന നിരക്കിലുള്ള കോൺട്രാക്റ്റ് വഴിയും ഈ വർക്ക് ചെയ്യാം. 5 മെത്തേഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് വർക്ക്സ് ആണ് ഞാൻ പറഞ്ഞത്. അതിലൊന്ന് ദിവസക്കൂലിക്കാരെ ഏർപ്പെടുത്തി വകുപ്പ് വഴി ചെയ്യാവുന്നത്. 2, പീസ് വർക്ക് കോൺട്രാക്റ്റ് വഴി ചെയ്യാം. 3, ഷെഡ്യൂൾ കോൺട്രാക്റ്റ് വഴി ചെയ്യാം. മൊത്തം കോൺട്രാക്റ്റ് വഴി ചെയ്യാം. 5-മത്തത് ശതമാന നിരക്കിലുള്ള കോൺട്രാക്റ്റ് വഴിയും ചെയ്യാം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും എന്താണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ദിവസക്കൂലിക്കാരെ ഏർപ്പെടുത്തിയ വകുപ്പ് വഴി എന്ന് പറയുന്ന കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ ലാഭകരമാണെങ്കിലോ ഈ രീതി സ്വീകരിക്കാവുന്നതാണ്. 2 സാഹചര്യങ്ങളാ ദിവസക്കൂലിക്കാരെ ഏർപ്പെടുത്തി വകുപ്പ് വഴിയാണ് ചെയ്യേണ്ടത്. ദിവസക്കൂലിക്കാരെ ഏർപ്പെടുത്തി വകുപ്പ് വഴി ചെയ്യുന്നത് പ്രധാനമായിട്ടും കോൺട്രാക്ടർമാരെ ലഭ്യമല്ല, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ ഏതെങ്കിലും സാഹചര്യത്താൽ ഡെയിലി വേജസിനെ വെച്ചിട്ട് ചെയ്യുന്നത് ലാഭകരമാണെങ്കിലോ ഈ രീതി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതി സ്വീകരിക്കാവുന്നതാണെന്ന് പറയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്വന്തമായി വകുപ്പ് നിർമ്മിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ വകുപ്പ് വഴിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സ്വന്തമായിട്ട് വകുപ്പ് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യണം. അങ്ങനെ വാങ്ങുമ്പോൾ ഉപകരണങ്ങളും പ്ലാന്റും സാധനങ്ങളും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വകുപ്പ് വഴിയാണ് ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ സ്റ്റോർ പർച്ചേസ് റൂളുകൾ, ചട്ടങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കണം ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തത് പീസ് വർക്ക് കോൺട്രാക്റ്റ് ആണ്. പീസ് വർക്ക് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ട ജോലി നിർദ്ദിഷ്ട നിരക്കിൽ അളവോ സമയമോ പരാമർശിക്കാതെ നിർവഹിക്കാമെന്ന് സമ്മതിക്കുന്നതാണ് ഈ രീതി. അത് ഒരു മെയിൻ വർക്കിനെ പല പീസ് വർക്കായിട്ട് കണക്ക് കൂട്ടിയിട്ട് ആ പീസ് വർക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പീസ് വർക്ക് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഷെഡ്യൂൾ കോൺട്രാക്റ്റ് ആണ്. ഇപ്പൊ ഷെഡ്യൂൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൽ ചെയ്യേണ്ട ജോലികളുടെ പട്ടികയും, ഞാൻ പറയുന്നത് ഷെഡ്യൂൾ കോൺട്രാക്റ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പ്രൊജക്റ്റിൽ ചെയ്യേണ്ട ജോലികളുടെ പട്ടികയും
അതായത് ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ്. ഓരോ ജോലിക്കും മുൻകൂട്ടി നിശ്ചയിച്ച നിരക്കും അതിനൊരു യൂണിറ്റ് റേറ്റ് ഉണ്ടാവും, ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറാണിത്. അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ് ഉണ്ടാവും, യൂണിറ്റ് റേറ്റും ഉണ്ടാവും. ഇതിൽ പ്രൊജക്റ്റിന്റെ ആകെ തുകയേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഓരോ യൂണിറ്റ് ജോലിക്കുള്ള വിലയ്ക്കാണ്. അതാണ് ഷെഡ്യൂൾ കോൺട്രാക്റ്റിന്റെ ഒരു പ്രത്യേകത. അതായത് ഒരു പ്രൊജക്റ്റിന്റെ ആകെ തുകയേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഓരോ യൂണിറ്റ് ജോലിക്കുള്ള വിലയ്ക്കാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറഞ്ഞാല് ആ, ചെയ്യേണ്ട ഓരോ ജോലിയുടെയും വ്യക്തമായ വിവരണം ഇതിലുണ്ടാവും. അതായത് ഒരു എക്സാമ്പിള്, കോൺക്രീറ്റ് ചെയ്യാം, പെയിന്റിങ്, പ്ലംബിങ്. അതിൽ നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രത്തോളം ജോലി വേണ്ടി വരും എന്ന കണക്കുണ്ടാവും. പിന്നെ യൂണിറ്റ് റേറ്റ് ഉണ്ടാവും, ഒരു നിശ്ചിത അളവ് ജോലിക്ക് നൽകേണ്ട തുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന്, ചതുരശ്ര അടിക്ക് ഇത്ര രൂപ, ആ രീതിയിൽ കോൺട്രാക്ട് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടൽ എമൗണ്ട്, അളവും നിരക്കും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന തുകയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ കോൺട്രാക്റ്റിൽ ഇത്തരത്തിൽ ഓരോ യൂണിറ്റുകൾ കോൺട്രാക്ട് കൊടുക്കുന്നു നിശ്ചിത റേറ്റിന്. അതാണ് അതിൽ വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു കൃത്യത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്ത ജോലിയുടെ അളവിനനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതി. ഇപ്പോൾ 100 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 സ്ക്വയർ ഫീറ്റിന്റെ അതിന്റെ യൂണിറ്റ് റേറ്റ് എത്രയാണോ ആ യൂണിറ്റ് റേറ്റ് അനുസരിച്ച് അതിന് പണം നൽകിയാൽ മതി. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് പ്രൊജക്റ്റ് കഴിയുന്നത് വരെ കൃത്യമായ ആകെ തുക എത്രയാകുമെന്ന് പറയാൻ കഴിയില്ല. ഇത് യൂണിറ്റ് ഇങ്ങനെ ചെയ്യും, പക്ഷെ ഇതെല്ലാം അളന്ന് അവസാനം മാത്രമേ ഇതിന്റെ ഒരു തുക എത്രയാണെന്ന് പറയാൻ കഴിയുള്ളൂ എന്നതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുക. പിന്നെ ഇതിന്റെ ഒരു എളുപ്പം എന്താന്ന് വെച്ചാൽ ഈ ഷെഡ്യൂൾ കോൺട്രാക്ടിന്റെ ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജോലിക്കിടയിൽ, കാരണം യൂണിറ്റ് റേറ്റ് ആണല്ലോ, അപ്പോൾ ജോലിക്കിടയിലെ അളവിലോ ഡിസൈനിലോ ഒക്കെ മാറ്റം വരുത്താൻ എളുപ്പമാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു കർശനമായ വ്യവസ്ഥ, ലംസം കോൺട്രാക്റ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ കർശനമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആ രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും, ആ രീതിയിൽ പണി നടക്കുള്ളൂ. എന്നാൽ ഇതിൽ ഷെഡ്യൂൾ കോൺട്രാക്റ്റിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പേഴ്സൻറ്റേജ്, ശതമാന കോൺട്രാക്റ്റ് ആണ്. ശതമാന കോൺട്രാക്ട്, പേഴ്സൻറ്റേജ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിക്കായിട്ട് അധികൃതർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ എത്ര ശതമാനം കൂടുതൽ അല്ലെങ്കിൽ എത്ര ശതമാനം കുറവ് നിരക്കിൽ ആ പണി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കരാറുകാരൻ അറിയിക്കുന്ന രീതിയാണ് ഇത്. എത്ര ശതമാനമാണ് ഇവിടെ ഒരു അധികൃതർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടാവും, അതിനേക്കാൾ എത്ര കൂടുതലോ കുറവോ നിരക്കിൽ ശതമാനത്തിൽ പണി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കരാറുകാരൻ അറിയിക്കുന്ന രീതിയാണിത്. ഇതിന്റെ പിന്നെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ എസ്റ്റിമേറ്റിലെ ഓരോ ഇനത്തിന്റെയും നിരക്കുകൾ കരാറുകാരന് നേരത്തെ തന്നെ അറിയാൻ കഴിയും. കരാറുകാരൻ ഓരോ ഇനത്തിലും പ്രത്യേകം വില രേഖപ്പെടുത്തേണ്ടതില്ല, പകരം ആകെ തുകയുടെ എത്ര ശതമാനം മാറ്റം വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉദാഹരണത്തിന് ഇപ്പൊ 5% എബോവ് അല്ലെങ്കിൽ 10% ബിലോ, ആ രീതിയിൽ പറയാവുന്നതാണ്. ഇതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞാൽ ഒന്നിലധികം കരാറുകാരെ ടെൻഡർ സമർപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ശതമാനം രേഖപ്പെടുത്തിയ ആളെ കണ്ടെത്താൻ ഈ രീതി എളുപ്പമാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ പേഴ്സൻറ്റേജ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മെത്തേഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് വർക്ക്സ് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഇനി പറയാനുള്ളത് ലംസം കോൺട്രാക്റ്റ് ആണ്. ലംസം കോൺട്രാക്റ്റ് പിന്നെ പറയേണ്ട കാര്യമില്ല, മൊത്തത്തിൽ കരാറ് കൊടുക്കുന്നതാണല്ലോ ലംസം കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം.